അസ്സലാമലൈക്കും ഫ്രണ്ട്സ്, എല്ലാവരും സേഫാന്ന് വിചാരിക്കുന്ന പൊറാട്ടയും ബീഫും ഉണ്ടാക്കി. അപ്പോൾ ഞാൻ വീഡിയോ എടുത്തിട്ട് അതിലിടാമെന്ന് വിചാരിച്ച് ഉണ്ടാക്കി. ഞാനല്ല, ഭർത്താവാണ്. ഞാൻ പൊറാട്ട ഉണ്ടാക്കൂല, ബീഫ് ഉണ്ടാക്കും, പൊറാട്ട ഉണ്ടാക്കൂല. പൊറാട്ട ഞാൻ ഉണ്ടാക്കിയാൽ ലാസ്റ്റ് അത് കോരി എടുക്കേണ്ടി വരും എല്ലാവരും. ഹസ്ബൻഡ് നല്ലോണം പൊറാട്ട ഉണ്ടാക്കും. അപ്പോൾ പെരുന്നാളിന് ഇറച്ചി കിട്ടിയപ്പോൾ പൊറാട്ടയും ബീഫും ആക്കാമെന്ന് വിചാരിച്ച്. എന്തായാലും ഇപ്പോൾ ഹോട്ടലിൽ പോയിട്ടൊന്നും കഴിക്കൽ നടക്കൂലല്ലോ. പിന്നെ മലയാളികൾക്ക് ഒഴിച്ചുവിടാൻ പറ്റാത്ത ഒന്നാണല്ലോ പൊറാട്ടയും ബീഫും. അപ്പോൾ അത് എങ്ങനെയാണ് ഇവിടെ ഉണ്ടാക്കിയെന്ന് ഞാൻ വീഡിയോ എടുത്തിട്ടുണ്ട്, കാണിച്ചു തരാം. അപ്പോൾ ആദ്യം അതിന് വേണ്ടിയിട്ട് ഒരു വട്ടം എടുത്ത് വലിയൊരു ചെമ്പ്, അതിലേക്ക് മുട്ട പൊട്ടിച്ചൊഴിച്ച് കുറച്ച് ആവശ്യത്തിന് ഉപ്പിട്ട് ഒരു നുള്ളു പഞ്ചസാര ഇട്ടു. പിന്നെ കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് നല്ലോണം മിക്സാക്കി. ആ വെള്ളവും മുട്ടയും പഞ്ചസാരയും ഉപ്പെല്ലാം കൂടി നല്ലോണം മിക്സാക്കിയിട്ട് പിന്നെയാണ് അതിലേക്ക് പൊടി ഇട്ടിട്ട് നല്ലോണം കുഴച്ചെടുക്കുന്നത്. എന്നിട്ട് അതിലേക്ക് പൊടി ഇട്ടിട്ട് നല്ലോണം മിക്സാക്കി എടുക്കുക ചെയ്യുന്നത്. ആ പൊടിയിട്ട് മിക്സാക്കി നല്ലോണം കുഴച്ചെടുക്കുന്ന ആ ഒരു രീതിയാണ് ശരിയാവാണ്ടായിപ്പോൾ ചില ആൾക്കാർക്ക്. ഇത് കറക്റ്റ് പാകത്തിനുള്ള വെള്ളമൊക്കെ കറക്റ്റ് പാകത്തിനാവുകയാണെങ്കിൽ നല്ല പൊറാട്ടയാവും. ഇത് മോശമായിപ്പോയാൽ പൊറാട്ട നന്നാവില്ല. അപ്പോൾ ആദ്യം നല്ലോണം ആ ഫസ്റ്റിലത്തെ മുട്ടേൻ്റെ ആ ഒരു ഇതില്ലേന്ന് അതിൽ നല്ലോണം മിക്സാക്കി എടുക്കുക ചെയ്യുന്നത്. പിന്നെ കുറച്ച് ആവശ്യത്തിന് വെള്ളം ഒഴിച്ചിട്ട് നല്ലോണം കുഴച്ചെടുക്കുക ചെയ്യുന്നത്. ഈ പൊറാട്ടേൻ്റെ ഈ ഒരു സെക്ഷൻ ശരിക്കും ശ്രദ്ധിച്ച് ചെയ്യാനുള്ളതാണ്. ഇവർക്ക് നന്നായിക്ക്, ചിലവൾക്കിത് നന്നാവില്ല, ചിലവൾക്കിത് നന്നാവും. ഞമ്മക്ക് നന്നായിക്ക്. അപ്പോൾ ഭർത്താക്കന്മാരെ വെറുതെ ഇരിക്കുന്ന ഭർത്താക്കന്മാരെ ഉണ്ടെങ്കിൽ ഇതുപോലെ അടുക്കളയിലേക്ക് കയറ്റിക്കോ എല്ലാവരും, ഫ്രണ്ട്സൊക്കെ. എന്താണെന്ന് വെച്ചാൽ അവരുടെ ഉള്ളിലുള്ള കഴിവൊക്കെ പുറത്തെടുക്കട്ടെ. ഈ പഴയ രീതിയൊക്കെ മാറി ഭർത്താവും ഭാര്യയും ഒന്നിച്ച് ഭക്ഷണം ഉണ്ടാക്കി മക്കൾക്ക് കൊടുക്കുന്ന രീതിയാവുമ്പോൾ കുറച്ചും കൂടി ഹാപ്പി ആയിരിക്കുമല്ലോ. അല്ലാണ്ട് ഇത് ഭർത്താവ് രാജാവിനെ പോലെ ഇരിക്കുക, ഭാര്യമാർ എപ്പോഴും അടുക്കളയിലിരിക്കുക, അതിൽ നിന്നൊക്കെ ഒരു മാറ്റം. കൊറോണക്കാലം കുറേ ആൾക്കാർക്ക് മാറ്റം വരുത്തിയിട്ടുണ്ടെന്ന് പറയുന്നത് കേട്ടിക്ക് ഞാൻ. അപ്പോൾ എല്ലാവരും ഇതുപോലെ ഒന്ന് ശ്രമിച്ച് നോക്ക്. അടിപൊളി ഫുഡ് നമ്മളെക്കാട് സൂപ്പറായിട്ട് അവരുണ്ടാക്കും. അപ്പോൾ ഇത് നല്ലോണം കുഴച്ച് വെച്ചിട്ടുണ്ട്, നല്ല അതിൻ്റെ പാകത്തിന്. ഇതെല്ലാവർക്കും അറിയുന്ന സംഭവം തന്നെയാണ്, പക്ഷേ എല്ലാവർക്കും ഒന്നും ഇത് നന്നാവില്ല. ചിലവർക്ക് നന്നാവും, ചിലവർക്ക് നന്നാവില്ല. ഞമ്മക്ക് നന്നായിക്ക്. അതവർക്ക് അതിൻ്റെ പാകം അറിയാം. എനിക്കൊന്നും അതിൻ്റെ കറക്റ്റ് പാകം അറിഞ്ഞൂടാ, അതുകൊണ്ടാണ് നന്നാവാത്തത്. അപ്പോൾ അതതിൻ്റേതായ കറക്റ്റ് രീതിയിൽ തന്നെ കുഴച്ച് വെച്ചിട്ടുണ്ട്. ഇതൊരു 5-6 മണിക്കൂർ കുഴച്ചിട്ടിങ്ങനെ വെക്കുന്നുണ്ട്, അപ്പോഴാണ് നല്ല സ്മൂത്താവുകയെന്ന് പറഞ്ഞു. പിന്നെ അതിൻ്റെ അടുക്ക് നമ്മൾ കറി ഉണ്ടാക്കുന്നുണ്ട്. അതവിടെ കുഴച്ച് വെച്ചിട്ട് കുറേ സമയമുണ്ടല്ലോ, ഒരു 11-12 മണിക്ക് നമ്മളത് കുഴച്ച് വെച്ചതാണ്. പിന്നെ വൈകുന്നേരമാണ് ഉണ്ടാക്കുന്നത്. അതിൻ്റെ അടുക്ക് ബീഫ് ഉണ്ടാക്കുന്നുണ്ട്. അപ്പോൾ 2 തരത്തിൽ ഉണ്ടാക്കുന്നുണ്ട്. ഇത് പൊരിക്കാനുള്ള ബീഫാണ്. അതിൽ മഞ്ഞളും മുളക് പൊടിയും മഞ്ഞൾപ്പൊടിയും ഇഞ്ചി വെളുത്തുള്ളി ചതച്ചതും ഉപ്പും ഇട്ടിട്ട് വേവുന്നുണ്ട്. ഇത് കറിക്കുള്ളത്, പൊറാട്ടക്കുള്ള കറി. ഇത് ഉള്ളി തക്കാളി പച്ചമുളക് ഇട്ടിട്ട് വഴറ്റിക്കൊണ്ടിരിക്കുക. ഇപ്പോൾ പിന്നെ കറക്റ്റായിട്ടൊന്നും ഞാൻ എടുത്തിട്ടില്ല, ഇത് എല്ലാവർക്കും അറിയുന്നതായിരിക്കുമല്ലോ. അപ്പോൾ അതിലേക്ക് ആ കറിക്ക് വേണ്ട പൊടികളൊക്കെ ഇട്ട്
ഇത് മഞ്ഞൾപ്പൊടി, മുളക് പൊടി, കൊറിയാണ്ടർ, കൊത്തമ്പാരി, മല്ലിപ്പൊടി കൊത്തമ്പാരി എന്ന് പറയും, മല്ലിപ്പൊടി എന്നും പറയും. മല്ലിപ്പൊടി, കുരുമുളക് പൊടി ഒക്കെ ഇട്ടിട്ടുണ്ട്. അപ്പം നമ്മൾ കറി എന്നിട്ട് ഇറച്ചി ഇട്ടിട്ട് കുക്കർ മൂടുക ചെയ്യുന്നത്. എല്ലാം ഉറഞ്ഞേ ചെയ്യുന്നത്. ഈ പൊടികളൊക്കെ ഇട്ട് നല്ലപോലെ മിക്സാക്കി എടുക്കുവാണ്. എന്നിട്ട് പിന്നെ ഒരു 5-10 മിനിറ്റ് അടുപ്പത്ത് തന്നെ വെച്ചിട്ട് പിന്നെയാണ് ഇതൊക്കെ ഇറച്ചി ഇട്ടിട്ട് വിസിലടുപ്പിക്കുന്നത്. അപ്പോൾ അതിലേക്ക് ഇറച്ചി ഇട്ട് കുറച്ച് ഒരു ഉരുളക്കിഴങ്ങും അതിലിടുന്നുണ്ട്. അപ്പോൾ ഇറച്ചിയെല്ലാം ഇട്ട് നല്ലോണം മിക്സാക്കി വിസിലടിക്കാൻ ആവശ്യത്തിനുള്ള വെള്ളവും ഒഴിച്ചിട്ട് വിസിലടിക്കാൻ വെക്കുവാണ്. ഇത് നേരത്തെ പൊരിക്കാൻ വെച്ച ഇറച്ചിയാണ്. ഇത് വെന്ത് വന്നിട്ടുണ്ട്. ഇതിനി കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചിട്ട് അതിൽ പൊരിച്ചെടുക്കുകയോ ചെയ്യുന്നത്. ഇത് വെള്ളം വറ്റിച്ചെടുത്തിട്ടുണ്ട്. അപ്പോൾ ഒരു ഫ്രൈ പാനിലിട്ടതിന് നേരത്തായി പൊരിക്കാനുള്ള ഇറച്ചി. അപ്പോൾ ഇത് നല്ലോണം പൊരിഞ്ഞ് അങ്ങനെ ആവുന്നില്ല, ജസ്റ്റ് ഒരു റോസ്റ്റ് പോലെയൊക്കെ അങ്ങനെയാണ് എടുക്കുന്നത്. ചപ്പൊക്കെ ഇട്ട് കറി ആയിട്ടുണ്ട്. ഇത് നേരത്തെ കുഴച്ച് വെച്ച പൊറാട്ടേൻ്റെ ബോളാക്കുന്നതിന് ഒരു 4-5 മണിക്കൂർ വെക്കുന്നുണ്ട് ഇങ്ങനെ കുഴച്ചിട്ട്. അപ്പോഴാണ് നല്ല സോഫ്റ്റ് ആവുമെന്ന് പറഞ്ഞു. അപ്പോൾ ഇത് ബോളാക്കുവാണ്. ഇത് ബോളാക്കിയിട്ടും കുറച്ച് നെയ്യൊക്കെ പുരട്ടിയിട്ട് ഒരു 1 hour വെക്കുന്നുണ്ട്. 1 hour അതും കൂടുതൽ സമയം വെച്ചാൽ നല്ലതാണെന്നാണ് പറഞ്ഞത്. അങ്ങനെ എല്ലാം ബോളാക്കി നെയ്യൊക്കെ പുരട്ടി വെച്ച് അതൊരു 2 മണിക്കൂർ വെക്കണം. എല്ലാം നല്ലപോലെ നെയ്യൊക്കെ പുരട്ടി മൂടിയിട്ട് 2 മണിക്കൂർ വെക്കുന്നുണ്ട്. അപ്പോൾ അത് 2 മണിക്കൂർ കഴിഞ്ഞു. ഇനി വീശുവാണ് പൊറാട്ടേൻ്റെ മെയിൻ പരിപാടി. വീശൽ എനിക്ക് ഒട്ടും പറ്റാത്ത സംഭവം. ഞാനാ വീശുന്നെങ്കിൽ ഇവിടുന്ന് വീശിക്കഴിഞ്ഞാൽ അതങ്ങ് ദൂരെ പോയി തെറിക്കും. ഇവരുടെ അടിപൊളിയിൽ വീശും. അങ്ങനെ വീശലെല്ലാം കഴിഞ്ഞ് എല്ലാം ഇതുപോലാക്കി. ഇതിപ്പോൾ ഇനി പരത്തി ചൂടുക എന്നുള്ളൊരു പണി മാത്രമേ ഉള്ളൂ. ഫൈനലായിട്ടുള്ള ഇതിൻ്റെ ഇടങ്ങാറ് പിടിച്ച പണിയെല്ലാം കഴിഞ്ഞ് ഇനിയിപ്പം പരത്തി ചൂടുന്നു. അങ്ങനെ പൊറോട്ടേൻ്റെ അവസാനത്തെ സ്റ്റെപ്പാണ് ഇപ്പം ചെയ്യുന്നത്, പരത്തി ചൂടുക എന്നുള്ള സംഭവം. അപ്പോൾ അതോറ് നല്ല ഭംഗിയായി ചെയ്യുന്നുണ്ട്. നമ്മളെല്ലാം ഇങ്ങനെ നോക്കുന്നുമുണ്ട്, വീഡിയോ എടുക്കുന്നുമുണ്ട്. അങ്ങനെ പൊറോട്ട ഫുള്ളായിട്ട് ചൂടുന്നത് ഞാൻ ആദ്യമായിട്ടാണ് കാണുന്നത്. സാധാരണ കഴിക്കാറേ ഉള്ളൂ. അപ്പം ഇത് കണ്ടപ്പോഴാണ് മനസ്സിലായത് ഇതൊരു കല തന്നെയാണ്. സ്റ്റാർട്ടിങ് തൊട്ട് എൻ്റെ വരെ സംഭവം തന്നെയാണ്. ഇത് ശരിക്ക് അറിയുന്ന ആൾക്കാർ ചെയ്യുമ്പോൾ തന്നെയാണ് നന്നാകുക. ചിലവർക്ക് ഇത് ശരിയാവും എന്നുള്ളത് ശരിക്കും മനസ്സിലായി. ചിലവർക്ക് ശരിയാവുള്ളൂ. അപ്പോൾ എല്ലാം കഴിഞ്ഞ് ഇനി അങ്ങനെ പൊറോട്ട ലാസ്റ്റിലത്തെ പണിയും എല്ലാം കഴിഞ്ഞ് പൊറോട്ട അടിക്കൽ. ഇപ്പം അങ്ങനെ നമ്മൾ പൊറോട്ട ആയി. ബീഫ് നേരത്തെ ആയി, പൊറോട്ടയും ആയി. അപ്പോൾ സ്വാദിഷ്ടമായ നല്ല അടിപൊളി സോഫ്റ്റ് പൊറോട്ട റെഡി ആയിട്ടുണ്ട്. നമ്മൾ കഴിക്കുന്നതാണ്.
നല്ല ടേസ്റ്റ് ഉണ്ട്. ഹോട്ടലിൽ നിന്ന് കിട്ടും പോലെ തന്നെ നല്ല സോഫ്റ്റും ഉണ്ട്. എല്ലാവരും ഒന്ന് ഇതുപോലെ ഉണ്ടാക്കി നോക്ക്. ഞാനും ഒന്ന് ശ്രമിച്ചു നോക്കാം. പിന്നെ നല്ല രസമുണ്ട്. പിന്നെ പൊറാട്ടയും ബീഫിൻ്റെയും ടേസ്റ്റ് പറയണ്ടല്ലോ. അപ്പോൾ എല്ലാവർക്കും എൻ്റെ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടാവുമെന്ന് വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാം, ഷെയർ ചെയ്യാം, അഭിപ്രായങ്ങൾ പറയാം. സബ്സ്ക്രൈബ് ചെയ്യാത്ത കൂട്ടുകാരുണ്ടെങ്കിൽ അവർ സബ്സ്ക്രൈബ് ചെയ്യാം. അപ്പോൾ ശരി എന്നാൽ, അസ്സലാമു അലൈക്കും.